നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിക്രമിന്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്? നിന്നോട് സ്നേഹത്തോടെയാണോ പെരുമാറുന്നത്? ഏട്ടൻ എന്നെ വലിയ ഇഷ്ടം. സത്യമാണോ മോളെ? നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ചേച്ചിയോട് പറയണം. തീർച്ചയായും പറയും ചേച്ചി. പക്ഷേ എനിക്കൊരു പ്രശ്നമില്ലെന്നേ. എന്നെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. അങ്ങനെ നിരാശനായി സീതയെ തേടി നടക്കുമ്പോഴാണ് ശ്രീരാമൻ ഹനുമാനെ കാണുന്നത്. ഹനുമാൻ വായുദേവന്റെ പുത്രൻ. വായുപുത്രോ മഹാബല എന്നാണ്. മഹാബലശാലിയാണ് ഹനുമാൻ. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന മലയൊക്കെ പുഷ്പം പോലെ പിഴുതെടുത്ത് കൈവെള്ളയിൽ വെച്ച് കറക്കുന്നവനാണ് ഹനുമാൻ. ആ പടം ദീമോള് കടകാഴ്ച കണ്ടിട്ടുണ്ട്. ഹാ, അത് തന്നെ. പരോപകാരിയാണ് ഹനുമാൻ. നല്ല കാര്യത്തിനാണെങ്കിൽ ആർക്ക് എന്തു സഹായം ചെയ്യും. വർഷയെ രക്ഷിക്കാൻ ശ്യാമിന്റെ സഹായം തേടിയാലോ? കത്തി? അതെ, കത്തി. ആപ്പിള് മുറിക്കാനുള്ളതാണ് കത്തി. ആപ്പിള് മുറിച്ചു, കഴിച്ചു. കണ്ടില്ലേ? എന്തുപറ്റി? ഏട്ടനൊരു ഭാവമാറ്റം? യാതൊരു പ്രസക്തിയില്ലാത്ത ചോദ്യം. ഇന്ന് വരെയുള്ള എന്റെ നീക്കങ്ങളില് വർഷയ്ക്ക് ഇഷ്ടക്കേട് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിവാഹത്തിന് മുമ്പുള്ള നമ്മുടെ പ്രണയനാളുകൾ തന്നെ ഒന്ന് ഓർത്തു നോക്ക്. എന്തെങ്കിലും ഒരു അനിഷ്ടം ചെകഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാം ഇഷ്ടമുള്ള ഓർമ്മകൾ തന്നെയാ. പക്ഷേ എനിക്കിപ്പോ പേടി തോന്നുന്നു. കൊള്ളാം. പേടി എന്ന വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കോളേജ് ജീവിതവും കുറെ കൂട്ടുകാരും അവരെന്തൊക്കെയോ മിഥ്യാധാരണകൾ നിന്നെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആ ധാരണകളാ പേടിയുടെ രൂപത്തിൽ തികട്ടി വരുന്നത്. എന്താ, ശരിയല്ലേ? നിന്റെ പേരിൽ തന്നെ പുതിയ കമ്പനി തുടങ്ങുന്നതും ഏക്കർ കണക്കിന് ഭൂമി നിന്റെ പേരിൽ വ്യവസ്ഥ ചെയ്ത് തന്നതും ഒക്കെ തെറ്റായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ അതൊന്നുമല്ല ഞാൻ ഏട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഏക്കർ കണക്കിനുള്ള ഭൂമിയേക്കാൾ സ്നേഹിക്കുന്ന ഒരു മനസ്സാ വേണ്ടത്. ആഹാ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ആ മനസ്സ് ഞാൻ വ്യക്തമായി കണ്ടതാ, അനുഭവിച്ചതാ. പക്ഷേ വിവാഹശേഷം ആ മനസ്സ് ഏട്ടന് നഷ്ടമാവുന്നുണ്ടോന്നാ എനിക്ക് ആശങ്ക. എന്തു പറ്റി ഏട്ടന്? ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ പറ്റാൻ പോകുന്നതേ ഉള്ളൂ. വർഷ ഈ കത്തി കണ്ടോ? നല്ല തിളക്കമുണ്ടല്ലേ? ഇനി ഇതിന്റെ മൂർച്ച കൂടി അറിയണ്ടേ? ഏട്ടാ, എന്നാ ഇത്? ആ, വർഷ 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 സ്വപ്നായിരുന്നല്ലേ?
ഈശ്വര, എന്റെ വർഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ഈ രാത്രി ഇനിയിപ്പോ എന്താ ചെയ്യാ? അവളുടെ ശബ്ദം കേൾക്കാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. ഏതായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ചേച്ചി. മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? ചേച്ചിക്ക് എന്താ പറ്റിയത്? അല്ല, ഞാനൊരു സ്വപ്നം കണ്ടു. അത് ഞാൻ അടുത്തില്ലാത്തതുകൊണ്ടാ. നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിലല്ലായിരുന്നോ കിടന്നിരുന്നേ? ഞാനില്ലാത്ത എന്റെ ടെൻഷനാ ചേച്ചിക്ക്. ഞാനില്ലെങ്കിൽ എന്താ, ദീമോളുണ്ടല്ലോ കൂട്ടിന്. വിക്രമിന്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്? നിന്നോട് സ്നേഹത്തോടെയാണോ പെരുമാറുന്നേ? ഏട്ടൻ എന്നെ വലിയ ഇഷ്ടോ. സത്യമാണോ മോളെ? നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ചേച്ചിയോട് പറയണം. തീർച്ചയായും പറയും ചേച്ചി. പക്ഷേ എനിക്കൊരു പ്രശ്നം ഇല്ലെന്നേ. എന്നെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. അമ്മയ്ക്ക് സുഖമല്ലേ? വിനോട്ടനോ? ഫുഡൊക്കെ കഴിച്ചോ? ഇവൾ ആരോട് സംസാരിക്കുന്നത്? ഇവളുടെ ഫോണിന് റേഞ്ച് കിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വേണം താമസിപ്പിക്കാൻ. പുറം ലോകം കാണരുത്. ആരാ? വന്ദനേച്ചി. സംസാരിച്ചോ. ആ, അതങ്ങനെയാ ചേച്ചി. മോളെ ശ്രദ്ധിക്കണം. എന്തുണ്ടെങ്കിലും പറയണം. ആഹാ, അച്ഛനൊക്കെ എവിടെയാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.